കടയ്ക്കലിൽ 10 വയസ്സുകാരനെ പീഡിപ്പിച്ച 44-കാരൻ അറസ്റ്റിൽ. ചന്തു എന്ന് വിളിക്കുന്ന സന്തോഷ് കുമാറാണ് അറസ്റ്റിലായത്. ചെരുപ്പ് വാങ്ങാൻ പോയ കുട്ടിയെയും ബന്ധുവിനെയും പ്രതി ബൈക്കിൽ കയറ്റി കടയിലെത്തിച്ചു. സാധനങ്ങൾ വാങ്ങിയ ശേഷം മടങ്ങുമ്പോൾ കുട്ടിയുടെ ബന്ധു വഴിയിലിറങ്ങി. തുടർന്ന് കുട്ടിയെ ബൈക്കിൽ ആളൊഴിഞ്ഞ പ്രദേശത്തെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. വീട്ടിലെത്തിയ കുട്ടി രക്ഷിതാക്കളോട് വിവരം പറഞ്ഞു. രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്ത കടയ്ക്കൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കാമുകനൊപ്പം കൊച്ചിയിൽ ജീവിക്കാനെത്തിയ 14-കാരിയുടെ കാമുകനെയും ബന്ധുക്കളെയും RPF പിടികൂടി. പെൺകുട്ടിയെ കാമുകനൊപ്പം ജീവിക്കാമെന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുവന്ന പ്രതികളാണ് പിടിയിലായത്. പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അസം പോലീസ് കേരളവുമായി ബന്ധപ്പെട്ടിരുന്നു. ട്രെയിനിൽ ഞായറാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് സംഘം ആലുവയിലെത്തിയത്. ഉടൻ തന്നെ ഇവരെ പിടികൂടുകയായിരുന്നു. കാമുകൻ സദാം ഹുസൈൻ, ബന്ധു ഹബീബുൾ റഹ്മാൻ, ഭാര്യ അഫ്സാന ബീഗം എന്നിവരാണ് പിടിയിലായത്. ബന്ധുവിന്റെ കൈക്കുഞ്ഞും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. എല്ലാവരെയും ആലുവ പോലീസിന് കൈമാറിയെങ്കിലും അസമിൽ കേസുള്ളതിനാൽ ഇവിടെ കേസെടുത്തിട്ടില്ല. കോടതിയുടെ അനുമതിയോടെ പെൺകുട്ടിയെയും പ്രതികളെയും അസം പോലീസിന് കൈമാറും. പ്രതികൾക്കെതിരെ അസം സദർ പോലീസ് പോക്സോ, തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പെൺകുട്ടിയെയും യുവതിയെയും കുഞ്ഞിനെയും സ്ത്രീകളെ സംരക്ഷിക്കുന്ന കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റ് 2 പ്രതികളും ആലുവ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവർ നേരത്തെ പെരുമ്പാവൂർ ഭാഗത്ത് ജോലി ചെയ്തിട്ടുണ്ട്. 2 പതിറ്റാണ്ടോളം ഭീഷണിപ്പെടുത്തി ലൈംഗിക പീഡനം. വീട്ടമ്മയുടെ പരാതിയിൽ കുമ്പളയിൽ CPM നേതാവിനെതിരെ കേസ്. CPM മുൻ ലോക്കൽ സെക്രട്ടറിയും നിലവിൽ യൻമകജെ പഞ്ചായത്ത് അംഗവുമായ S. സുധാകരനെതിരെയാണ് കേസ്. ഇച്ചിലാമ്പാടി സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ് സുധാകരൻ. 48-കാരിയായ വീട്ടമ്മയുടെ പരാതിയിലാണ് ഇയാൾക്കെതിരെ കാസർഗോഡ് വനിതാ പോലീസ് കേസെടുത്തത്. സുധാകരൻ തന്നെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി വീട്ടമ്മ ജില്ലാ പോലീസ് മേധാവിക്കും DGPക്കും ഒരാഴ്ച മുമ്പാണ് പരാതി നൽകിയത്. 2 പതിറ്റാണ്ടോളം ഭീഷണിപ്പെടുത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്നും ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി വിവാഹം മോചിപ്പിച്ചെന്നും യുവതി പരാതിയിൽ പറയുന്നു. സ്കൂൾ മുറിയിൽ നിന്ന് ഉൾപ്പെടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അയച്ചു. 1995 മുതൽ പീഡനം നടത്തുകയാണ്. വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞാണ് പീഡനം തുടങ്ങിയത്. എന്നാൽ സുധാകരൻ വിവാഹം കഴിച്ചില്ല. മറ്റൊരാളെയാണ് വിവാഹം ചെയ്തത്. വിവാഹത്തിന് ശേഷവും ഭീഷണിപ്പെടുത്തി പീഡനം തുടരുകയായിരുന്നുവെന്നും യുവതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പരാതി നൽകിയ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായത്. സുധാകരനെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ചും സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടും BJP ഉൾപ്പെടെ പ്രതിഷേധം നടത്തിയിരുന്നു. ആരോപണത്തെ തുടർന്ന് സുധാകരനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും അന്വേഷണത്തിനായി 3-അംഗ സംഘം കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. പാർട്ടി കമ്മീഷൻ അന്വേഷണം നടക്കുന്നതിനിടെയാണ് പോലീസ് കേസെടുത്തത്. മുമ്പ് ജബ്ബാർ വധക്കേസിൽ സുധാകരൻ ശിക്ഷിക്കപ്പെട്ടിരുന്നു. മേൽക്കോടതി ശിക്ഷ റദ്ദാക്കിയതോടെയാണ് ജയിൽ മോചിതനായത്. തിരുവനന്തപുരം നാവായിക്കുളത്ത് ഭർത്താവ് ഭാര്യയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ യുവതി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഒളിവിൽ പോയ ഭർത്താവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നാവായിക്കുളം സ്വദേശിയായ മുനീശ്വരിയാണ് ഭർത്താവ് ബിനു തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് വഴക്ക് പതിവാണെന്ന് അയൽവാസികൾ പറയുന്നു. ഇന്ന് രാവിലെ 7 മണിക്ക് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും കയ്യാങ്കളിയിൽ കലാശിക്കുമായിരുന്നു. ബിനു മുനീശ്വരിയുടെ 2 കാലും കാറ്റാടിക്കഴ ഉപയോഗിച്ച് അടിച്ചൊടിച്ചു. നിലത്ത് വീണ മുനീശ്വരിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. മുനീശ്വരിയുടെ കരച്ചിൽ കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയതോടെ ബിനു സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു. യുവതിയുടെ തലയ്ക്കും കയ്യിലും മുറിവേറ്റിട്ടുണ്ട്. ഹോം നേഴ്സാണ് മുനീശ്വരി.